ഹായ്, ഞാൻ RJ ഹരിചന്ദ്ര മഠം. ചിലർ ജീവിക്കുന്നത് സ്വന്തം സന്തോഷത്തിന് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ നല്ലതാണ്, അവൾ നല്ലതാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് വലിയ സന്തോഷമാണ്. മറ്റുള്ളവരെ കൊണ്ട് നന്മകൾ മാത്രം പറയിക്കാൻ വേണ്ടിയിട്ട് ഇവർ പല സാഹസവും കാണിച്ചു എന്ന് വന്നിരിക്കും. ആരെങ്കിലും കുറ്റം പറയുമോ എന്നുള്ള പേടി ഇവരെ നിരന്തരം വേട്ടയാടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ തൻ്റെ ദുഃഖത്തെ മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഒരുപാട് ശ്രമിക്കാറുമുണ്ട്. അടുത്ത കാലത്ത് ഞാൻ നാട്ടിലൊരു അധ്യാപകനെ കണ്ടുമുട്ടി. വളരെ നല്ല മനുഷ്യനാണ്. നാട്ടുകാർക്കെല്ലാം അദ്ദേഹത്തെ വളരെ ഇഷ്ടവുമാണ്. ഒരു കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന അംഗവും അദ്ദേഹമാണ്. അദ്ദേഹത്തിന് അനിയനും അനിയത്തിമാരുമായിട്ട് 3-4 പേരുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, സാർ സുഖമാണോ എന്ന് ചോദിച്ചപ്പോൾ അതെ സുഖമാണ് എന്ന് പറഞ്ഞിട്ട്, നഗരത്തിലേക്കാണോ ഞാനും കൂടി പോന്നോട്ടെ എന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു. എപ്പോഴും അദ്ദേഹം അങ്ങനെയാണ്, വിനയത്തോടു കൂടിയേ സംസാരിക്കാറുള്ളൂ. ഞാൻ പറഞ്ഞു, കയറൂ സാർ, ഞാൻ അങ്ങോട്ടെയാണ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ എൻ്റെ കാറിൽ കയറ്റിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തുടങ്ങി, ഞാൻ താങ്കളെ കാണാനിരിക്കുകയായിരുന്നു, എനിക്കൊരല്പം സംസാരിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു, സാർ പറഞ്ഞോളൂ. അതായത് ഞാൻ എൻ്റെ ഇളയ സഹോദരന് കുറച്ച് കാശ് കടം കൊടുത്തിരുന്നു. എൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി എൻ്റെ പെൻഷനായപ്പോൾ കിട്ടിയ പണമെല്ലാമായിട്ടാണ് ഞാൻ കരുതി വെച്ചിരുന്നത്. അവൻ്റെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാനത് കൊടുത്തു. ഇപ്പോൾ എൻ്റെ മകൾക്ക് ഒരു വിവാഹം ഉറച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പല ആവർത്തി അവൻ്റെ അടുത്ത് കാശ് ചോദിക്കുമ്പോഴും അവൻ ഓരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് മാറുകയാണ്. പക്ഷേ എനിക്ക് അവൻ്റെ അടുത്ത് ശക്തമായിട്ടൊന്നും ചോദിക്കാൻ പറ്റില്ല. കാര്യം എൻ്റെ സഹോദരങ്ങൾക്കെല്ലാം എന്നോട് വലിയ സ്നേഹമാണ്. ഞാൻ വലിയ ശബ്ദത്തിൽ ചോദിച്ചാൽ അവൻ്റെ മുഖം വാടും. മാത്രമല്ല മറ്റ് സഹോദരങ്ങളൊക്കെ എന്നെക്കുറിച്ച് മോശമായിട്ട് ചിലപ്പം ചിന്തിക്കും. ഞാനിങ്ങനെ പണം ചോദിച്ച് അവനെ ബുദ്ധിമുട്ടിക്കുന്നു എന്നൊക്കെ കരുതും എന്നൊക്കെ ഇദ്ദേഹം പറയുകയാണ്. ഞാൻ കുറച്ച് അതിശയത്തോടു കൂടിയാണ് അദ്ദേഹത്തെ നോക്കിയത്. ഞാൻ പറഞ്ഞു, താങ്കളുടെ മകളല്ലേ അത്? ആ കുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി താങ്കൾക്കിനി വേറെ യാതൊരു കരുതലും ഇല്ല. ആ പണമെടുത്ത് സഹോദരനെ സഹായിക്കാൻ കൊടുത്തു. എന്നിട്ടിപ്പോൾ തിരിച്ചു ചോദിക്കാൻ ഇത്ര മടിയോ? താങ്കൾ എന്തെങ്കിലും രേഖകളൊക്കെ എഴുതി മേടിച്ചിട്ട് തന്നെയാണോ അത് കൊടുത്തത്? ശരിയാണ്, ഞാൻ ചെറിയ രേഖകളൊക്കെ മേടിച്ചിട്ടുണ്ട്. അത് എൻ്റെ നിർബന്ധം കൊണ്ടല്ലായിരുന്നു, എൻ്റെ ഭാര്യ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. ഞാൻ പറഞ്ഞു, സാർ ഇത് അധികം വൈകിക്കരുത്, എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ച് ഇത് മേടിക്കണം. അദ്ദേഹം നേരിട്ട് തന്നില്ലെങ്കിൽ ഈ രേഖകൾ ഉപയോഗിച്ചിട്ട് അങ്ങ് നിയമപരമായിട്ട് അത് മേടിച്ചെടുക്കണം. താങ്കളുടെ മകളുടെ ഭാവിയാണ്. അപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിക്കുകയാണ്, അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ എന്നെ എല്ലാവരും ഒരു മോശക്കാരനായിട്ട് ചിത്രീകരിക്കില്ലേ? പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ സഹോദരനെതിരെ കേസ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ നാട്ടുകാർക്കിടയിൽ അതൊക്കെ ഒരു ചർച്ചാ വിഷയമാകില്ലേ? ഞാൻ പറഞ്ഞു, സാർ, അനീതിക്കെതിരെ നമുക്ക് എപ്പോഴും ശബ്ദം ഉയർത്തേണ്ടി വരും. എപ്പോഴും എല്ലാവരും സന്തോഷിപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാനും പറ്റുകയില്ല. അങ്ങ് അടിസ്ഥാനപരമായിട്ടുള്ള ഈ കാര്യങ്ങളെ ഒന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയും മറ്റും ചെയ്തു. ഇദ്ദേഹം നിയമപരമായിട്ട് മുന്നോട്ട് പോകും എന്ന് കണ്ടപ്പോൾ സഹോദരന് കുറച്ച് മുഷിപ്പുണ്ടായെങ്കിലും ആ പണമെല്ലാം തിരികെ കൊടുത്തു. ഇപ്പം സാറിൻ്റെ മകളുടെ കല്യാണമൊക്കെ ഏതാണ്ട് ഓക്കെ ആയിട്ടിരിക്കുകയാണ്. നോക്കൂ, അവിടെ കുറേ കശപിശയൊക്കെ ഉണ്ടായി. അദ്ദേഹത്തെ മോശമായിട്ടൊക്കെ നാട്ടിൽ ചിത്രീകരിക്കാൻ ഈ സഹോദരങ്ങളിൽ പലരും തന്നെ തയ്യാറായി. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് അത് വലുതായിട്ട് ബാധിച്ചില്ല എന്നുള്ളതാണ്. എങ്കിലും നമ്മുടെ സമൂഹത്തിൽ നല്ല മനുഷ്യരാകാൻ വേണ്ടിയിട്ട് സ്വന്തം സന്തോഷത്തെയും സ്വന്തം ആഹ്ലാദങ്ങളെയെല്ലാം മാറ്റിവെക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപക്ഷെ നിങ്ങളിൽ ഒരാൾ അത് തന്നെ ആയിരിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ കാണേണ്ടുന്ന ഒരു വീഡിയോ ആണിത്. പൂർണ്ണമായിട്ട് കാണുക. നിങ്ങളുടെ സുഹൃത്തായിട്ടോ ബന്ധുവായിട്ടോ ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം മനുഷ്യരുടെ ജീവിതത്തിൽ ചില പരിവർത്തനങ്ങൾ വരുത്താൻ ഇത്തരം സന്ദേശങ്ങൾക്ക് കഴിഞ്ഞാലായി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ജീവിക്കുന്നവർക്ക് പറ്റുന്ന ചില അബദ്ധങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ കാര്യത്തിലേക്ക് വരാം. സന്തോഷം മറന്ന് മറ്റുള്ളവരുടെ പ്രശംസ നേടുക എന്നുള്ളത്. മറ്റുള്ളവരെ കൊണ്ട് അവൻ നല്ലതാണ്, നല്ല വിനയമുള്ളവനാണ്, നല്ല ബഹുമാനമുള്ളവനാണ് എന്നൊക്കെ പറയിക്കാൻ വേണ്ടിയിട്ട് ചിലർ സദാ ശ്രമിക്കും. പക്ഷേ ഇവർ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ കൊടുക്കുന്നതെല്ലാം എൻ്റെ യഥാർത്ഥ സ്വഭാവമാണോ? ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷം കിട്ടുന്നുണ്ടോ? എൻ്റെ ഇഷ്ടങ്ങളെ ബലി കഴിച്ചിട്ടാണോ ഞാനിങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ നന്മമരമായി മാറുന്നത് എന്നൊക്കെ ഇവർ ചിന്തിക്കണം. ഇല്ലെങ്കിൽ ഇവരുടെ ജീവിതം ഒരു അഭിനയമായി മാറും. ഉള്ളിൽ ഒന്ന് സൂക്ഷിച്ചിട്ട് പുറമെ മറ്റൊന്ന് പ്രകടിപ്പിക്കേണ്ടുന്ന അവസ്ഥ. അതായത് ഒരു യുവാവ്, അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് വളരെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ കുടുംബത്തിനകത്തുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എവിടെന്നെങ്കിലും കടം മറിച്ച് ഇഷ്ടമുള്ള സമ്മാനങ്ങളും വില പിടിച്ച വസ്ത്രങ്ങളും എല്ലാം മേടിച്ചു കൊടുത്ത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. തികച്ചും തെറ്റായിട്ടുള്ള കാര്യമാണിത്. ചിലർ ഇങ്ങനെയാണ്. ഒന്നും കയ്യിലില്ലെങ്കിലും ക്ഷേത്രോത്സവത്തിനോ പൊതുപരിപാടികൾക്കോ
ഒരുപാട് സ്പോൺസറൊക്കെ ചെയ്യും. എവിടെന്നെങ്കിലുമൊക്കെ കടമറിച്ച തുക കൊണ്ടാണ് ഇവർ തങ്ങൾ നല്ലൊരു വ്യക്തിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. ചിലർ സുഹൃത്തുക്കൾക്ക് വേണ്ടി വലിയ വലിയ പാർട്ടികൾ നടത്തും. ചില ആഘോഷങ്ങളിലൊക്കെ സ്പോൺസർ ഇവർ തന്നെയാണ്. അത് പള്ളി പരിപാടിയായാലും ഉത്സവ പരിപാടി, അങ്ങനെയൊക്കെ ഇവരെ കാണാൻ പറ്റും. പക്ഷെ പലപ്പോഴും ഇവർ ഉള്ളിൻ്റെ ഉള്ളിൽ നീറിക്കൊണ്ടായിരിക്കും ഇവർ മറ്റുള്ളവരുടെ സ്നേഹം, ആദരവ് ഇവ പിടിച്ചു പറ്റാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി വീട്ടിൽ വന്നിട്ട് ഉറക്കമില്ലാതെ കിടക്കുമ്പോഴാണ് നാളുകളിൽ വന്നുകൂടാവുന്ന EMI കുറിച്ച് അവൻ ചിന്തിക്കുന്നത്, ബാങ്കിൽ നിന്നുള്ള ഭീഷണികളെ കുറിച്ച് ഓർക്കുന്നത്. ഇതൊക്കെ എന്ത് വലിയ അബദ്ധമാണെന്നറിയാമോ? ഇത്തരക്കാർക്ക് പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറയാനുള്ള ഒരു മടിയാണ്. പ്രശംസയ്ക്ക് വേണ്ടിയിട്ട് ഒരിടത്തും ഇവർ നോ പറയില്ല. ഞാൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ മുഖം വാടില്ലേ, അല്ലെങ്കിൽ എന്നെ പ്രതീക്ഷിച്ചല്ലേ അവർ വന്നത്, അവരുടെ മുന്നിൽ ഞാൻ അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നൊക്കെ ആയിരിക്കും ചിന്തിക്കുക. ഇങ്ങനെ സേവനങ്ങൾ ചെയ്ത് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് അടക്കുമ്പോൾ ജീവിതത്തിന്റെ ഒടുവിൽ സന്തോഷമല്ല കിട്ടുക, വളരെയധികം ക്ഷീണാവസ്ഥയായിരിക്കും ഇവരെ തേടിയെത്തുക. ജീവിതത്തിൽ നമ്മൾ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും സമാധാനം കിട്ടുകയില്ല. സന്തോഷിപ്പിക്കേണ്ടുന്നവരെ നമുക്ക് സന്തോഷിപ്പിച്ചേ പറ്റുള്ളൂ. പക്ഷെ അനർഹരായിട്ടുള്ള ആൾക്കാരെ കൂടി നമ്മൾ ഇതിന്റെ പേരിൽ നമ്മൾ നല്ലവനാകണം എന്നുള്ള ചിന്തയിൽ സന്തോഷിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് ശരിയായ വഴിയല്ല. കാരണം മനുഷ്യരുടെ അഭിപ്രായം ദിവസേന മാറും. നമ്മൾ എത്ര കൊടുത്താലും ഒടുവിൽ തികയാതെ വരുന്നവർ നമ്മളെ കുറ്റം പറഞ്ഞു തുടങ്ങും. എത്രയോ കുടുംബത്തിനകത്ത് ഇത് കാണാറുണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ നല്ലവനാകുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ കുടുംബത്തിനകത്ത് നമുക്ക് നല്ലൊരു വ്യക്തിയായി മാറാൻ കഴിഞ്ഞാൽ വളരെ ഗുണകരം എന്നും ചിന്തിക്കുക. ഇനി രണ്ടാമത്തേതാണ് സ്വന്തം അഭിപ്രായം പോലും തുറന്നു പറയുവാൻ ഭയപ്പെടുക എന്നുള്ളത്. മറ്റുള്ളവർ തന്നെ മോശമായിട്ട് കരുതുമോ എന്ന് കരുതിയിട്ട് സ്വന്തം അഭിപ്രായം തുറന്നു പറയാതെ ജീവിക്കുന്നവർ ഒരുപാടുണ്ട്. ഒരാൾ ഒരു വിഷയം വന്ന് നമ്മുടെ അടുത്ത് പറയുന്നു, മറ്റൊരാൾ ഒരു വിഷയം പറയുന്നു. ഈ രണ്ടു കൂട്ടരെയും പിണക്കരുത്, പിണക്കി കഴിഞ്ഞാൽ നമ്മൾ ന്യായമായിട്ടുള്ള സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ മറ്റേ ആൾ പിണങ്ങും എന്ന് കരുതിയിട്ട് രണ്ടു കൂട്ടരുടെ ഇടയിൽ നിന്നുകൊണ്ട് ഇരുവെള്ളത്തിൽ കാല് വെച്ചതുപോലെയായിരിക്കും ഇവർ പെരുമാറുക. കാര്യം സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടരുടെ നീരസം നമ്മളെ ഏൽക്കേണ്ടി വരും. നല്ലവനായി നടക്കുന്ന ഒരാളിന് ഇത്തരം നീരസങ്ങളെ ഏൽക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ എവിടെയും സത്യം പറയാൻ ഭയമുള്ളവരായിട്ടായിരിക്കും ഇത്തരക്കാർ കാണപ്പെടുക. അതായത് ഇവരുടെ നാവിന് കൂച്ചു വിലങ്ങിട്ടതുപോലെ കാണും എന്നർത്ഥം. ഇത്തരം വ്യക്തികൾ കുടുംബജീവിതത്തിനകത്തും ഒരുപാട് സംഘർഷങ്ങൾ നേരിടാറുണ്ട്. ഭാര്യയോടോ അല്ലെങ്കിൽ ഭർത്താവിനോടോ ഇത്തരം ആൾക്കാർ തങ്ങളുടെ ഉള്ളിലുള്ള വിഷമങ്ങൾ തുറന്നു പറയുകയില്ല. ബന്ധുക്കളൊക്കെ എന്ത് വിചാരിക്കും എന്നൊക്കെ കരുതിയിട്ട് ഇത്തരം വിഷമതകളൊക്കെ ഉള്ളിൽ അടക്കി വയ്ക്കും. ഒടുവിൽ ഇത് മറച്ചു വെച്ചതിൻ്റെ പേരിൽ കുടുംബത്തിനകത്ത് ചിലപ്പോൾ വലിയ വഴക്കുകൾ പോലും സൃഷ്ടിക്കപ്പെട്ടു എന്ന് വന്നേക്കാം. സ്വന്തം അഭിപ്രായം എപ്പോഴും മാന്യമായ രീതിയിൽ തുറന്നു പറയുന്നത് ഒരു തെറ്റൊന്നുമല്ല. അങ്ങനെ ചെയ്യുന്നവർ അമാന്യനായി മാറുകയുമില്ല. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാളെ ഒട്ടേറെ പേർ വെറുതെ ഉപയോഗിച്ച് കളയും. കാരണം ഇക്കൂട്ടർ എതിർക്കില്ല എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാമായിരിക്കും. ജീവിതത്തിൽ ചില സമയങ്ങളിൽ എനിക്കിത് ഇഷ്ടമല്ല, എന്നെ കൊണ്ടിത് കഴിയില്ല, ഇത് എതിർക്കപ്പെടേണ്ടതാണ് എന്നൊക്കെ തുറന്നു പറയാനുള്ള തൻ്റെ ഇടം നമുക്കുണ്ടാവണം. അല്ലാതെ നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് നല്ലവനാകാൻ വേണ്ടിയിട്ട് ഇത്തരം ചിന്താഗതികൾ മറച്ചു വെച്ചിട്ട് ഇരിക്കരുത്. മൂന്നാമത്തേതാണ് സാമ്പത്തിക ശേഷിക്കപ്പുറം ജീവിക്കുക എന്നുള്ളത്. മറ്റുള്ളവരുടെ മുന്നിൽ നല്ല ഇമേജ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം കയ്യിലുള്ള കാശിനേക്കാൾ കൂടുതൽ ചെലവഴിച്ച് ജീവിക്കുന്നവർ വളരെയധികം ഉണ്ട്. ആളുകൾ എന്നെക്കുറിച്ച് എന്ത് കരുതും എന്നുള്ള ചിന്ത കൊണ്ട് തന്നെ ഇവർ അനാവശ്യമായ ആർഭാടങ്ങളിൽ പോലും ചെന്ന് വീഴാറുണ്ട്. അടുത്ത വീട്ടിലെ ഒരാൾ ഒരു കാറ് മേടിക്കുമ്പോൾ ഭാര്യ പറയുന്നു, നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു കാറുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന്. അപ്പോൾ ഈ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ലോൺ എടുത്തും മറ്റുമൊക്കെ അതുപോലൊരു കാറ് മേടിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അതോടുകൂടി ഇദ്ദേഹത്തെ ആ വീട്ടുകാർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുമെങ്കിലും പിന്നീടുള്ള ലോണിന്റെ തിരിച്ചടവ് ബാധ്യതകളൊക്കെ ഇയാളെ വീർപ്പുമുട്ടിച്ച് തുടങ്ങുകയാണ്. മാസശമ്പളത്തിൽ കഷ്ടിച്ച് ജീവിച്ചു പോകുന്ന ഒരു കുടുംബം കൊട്ടാര സദൃശ്യമായ വീട് വയ്ക്കുന്നതും ബന്ധുക്കൾക്ക് മുന്നിൽ താനൊരു അല്പനല്ലെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ധാരാളമായി അവർക്ക് വേണ്ടി വാരിക്കോരി ചെലവാക്കുന്നതും മറ്റുമൊക്കെ ചെയ്യുന്നത് സൽപ്പേര് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ്. പക്ഷേ ആത്യന്തികമായി ഈ വ്യക്തിയെ തളർത്തുന്ന ഒരു കാര്യമായിരിക്കും ഇത്. ചിലരായിട്ട് നമ്മുടെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അതിലൊക്കെ വരുമ്പോൾ മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ വില കൂടിയ ഷർട്ട് അല്ലെങ്കിൽ ആഭരണങ്ങൾ അല്ലെങ്കിൽ വില കൂടിയ മൊബൈൽ ഫോണൊക്കെ കൊണ്ടു നടന്ന് താനൊരു വലിയ ആളാണെന്ന് ഒരു ഇമേജ് സൃഷ്ടിക്കും. ഇതെല്ലാം സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കില്ല, മറ്റുള്ളവരുടെ മുന്നിൽ താൻ വലിയൊരു വിലയുള്ള ഒരു വ്യക്തിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഇതും ഇവർക്ക് അബദ്ധമായിട്ടായിരിക്കും ഭവിക്കുക. ഇത്തരം ഒരു ജീവിതം നമുക്ക് താൽക്കാലികമായിട്ട് ജനങ്ങൾക്കിടയിൽ ഒരു ബഹുമതിയൊക്കെ നേടിത്തരുമെങ്കിലും പിന്നീട് ബാധ്യതകൾ കയറി നമ്മൾ നിലത്തേക്ക് വീഴുമ്പോൾ മറ്റുള്ളവരുടെ കളിയാക്കലിനായിരിക്കും നമ്മൾ പാത്രീഭവിക്കുക എന്നത് മറക്കാതിരിക്കണം. സമ്പത്ത് കാണിച്ച് മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യിക്കുന്നതിനേക്കാളും നമ്മുടെ സാമ്പത്തിക സുരക്ഷയ്ക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. നമ്മുടെ സമ്പത്തിനെ കുറിച്ച് അധികം പേരെടുത്ത് പറയുകയേ വേണ്ട. ജീവിതത്തിൽ
മറ്റുള്ളവരെ കാണിക്കാൻ അഭിനയിക്കുകയല്ല, നമ്മുടെ ഉള്ളതുകളെ കൃത്യമായ രീതിയിൽ വിനിയോഗിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ് പ്രധാനം. കാരണം യഥാർത്ഥത്തിൽ നമ്മളെ ഇഷ്ടപ്പെടുന്നവര് നമ്മുടെ പണത്തെയോ പ്രതാപത്തെയോ ഒന്നും കണ്ടിട്ടല്ല നമ്മുടെ കൂടെ നിൽക്കുന്നത്. അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയ അഭിനയങ്ങളൊന്നും കാഴ്ചവെക്കേണ്ടതുമില്ല. നാലാമത്തെ കാര്യമാണ് എല്ലാവർക്കും മുന്നിൽ എപ്പോഴും നമ്മൾ ലഭ്യവാനാകുക എന്നുള്ളത്. ചിലരെ കണ്ടിട്ടില്ലേ, അവർ എല്ലായിടത്തും ഓടിപ്പാഞ്ഞ് നടക്കും. ആര് വിളിച്ചാലും അവിടെ എല്ലാം ചെല്ലും. കാര്യം വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇല്ല, എന്നെ കൊണ്ട് ആ സഹായം ചെയ്യാൻ പറ്റുകയില്ല എന്ന് ഇവർക്ക് പറയാൻ പറ്റില്ല. കാര്യം ഇവരുടെ പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് പലരുടെയും പുറകെ നടക്കുന്നത് ഇത്തരക്കാരുടെ ഒരു ശീലമാണ്. കാര്യം അങ്ങനെ ചെന്നില്ലെങ്കിൽ മറ്റേ ആള് നമ്മളെക്കുറിച്ച് മോശമായിട്ട് ചിന്തിക്കില്ലേ, ഇതാണ് ഇവരുടെ ചിന്ത. ഇത്തരക്കാർക്ക് തങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനും സമയം കിട്ടാതെ വരും. ചിലപ്പോൾ സ്വന്തം കുടുംബത്തിനകത്തുള്ള ചില വിഷയങ്ങളെ ഇവർക്ക് കാണാനും പറ്റാതെ വരും. അങ്ങനെ സമൂഹത്തിന് വേണ്ടിയിട്ട് നടന്നിട്ട് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇവർക്ക് ചിലത് ചെയ്യാൻ പറ്റാതെ ആയി പോയി കഴിഞ്ഞാൽ അത്രയും നാളും ചെയ്ത സേവനത്തിന് യാതൊരു വിലയും കൊടുക്കാതെ തന്നെ അവർ ഇവരെ അടച്ചാക്ഷേപിച്ചു എന്നും വരും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് മുന്നിൽ വലിയ മാന്യനാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാതെ എനിക്ക് ജീവിക്കാൻ പറ്റുകയില്ല എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ട് മാറ്റണം. നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം ഉണ്ടാകണം. നമ്മൾ ചിലയിടത്ത് നോ പറയേണ്ടടുത്ത് നോ പറയണം. ചില കാര്യങ്ങൾ നമ്മളെ കൊണ്ട് കഴിയുന്നതായിരിക്കില്ല, അതൊന്നും എടുത്ത് നമ്മുടെ തലയിൽ വെക്കാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടേതായ ജീവിതത്തിൽ നമ്മുടേതായ ലക്ഷ്യം വേണം എന്നുള്ളതാണ്. മറ്റുള്ളവർ നമ്മെ പരമാവധി യൂസ് ചെയ്യാതിരിക്കാൻ നമുക്ക് എപ്പോഴും ശ്രദ്ധ വേണം. ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന അബദ്ധങ്ങൾക്ക് നമ്മൾ മാത്രമായിരിക്കും ഉത്തരവാദി.